ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു യൂട്യൂബ് കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യ പാർട്ട് കാണാത്തവർ എന്ത് ചെയ്യുക, നമ്മുടെ പ്ലേലിസ്റ്റിൽ മന്ത്ലി വൈസ് എന്നൊരു സെഗ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിനകത്ത് നമ്മൾ ഫെബ്രുവരി മാസത്തെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് കണ്ടിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇതിന്റെ നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇടുക. ടെലഗ്രാമിന്റെ പേര് ദ സി എ അനലിസ്റ്റ് തന്നെയാണ്. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ജോയിൻ ആകാത്തവർ അതിനകത്ത് ജോയിൻ ചെയ്യുക. അതിലെ പോൾ ക്വസ്റ്റൻ ഒക്കെ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിനകത്തോട്ട് പോവാം. നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വാട്സാപ്പ് നിരോധിച്ച രാജ്യത്തെ പഠിക്കാൻ പോകുന്നത്. 2026 ഫെബ്രുവരി മാസം വാട്സാപ്പിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏത് എന്നാണ് ചോദ്യം. അത് റഷ്യയാണ്. നമുക്കറിയാം, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, വ്ളാഡിമിർ പുടിനാണ് റഷ്യൻ പ്രസിഡന്റ്. അപ്പൊ 2026 ഫെബ്രുവരി മാസം ഈ പറയുന്ന റഷ്യ വാട്സാപ്പ് എന്ത് ചെയ്യാണ്, നിരോധിക്കുകയാണ്. അപ്പൊ 2026 ഫെബ്രുവരി മാസം വാട്സാപ്പിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് റഷ്യ എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ് നോക്കിയേ. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള 10 ലക്ഷം സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കും പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതെന്നാണ് ചോദ്യം. സ്ത്രീ സുരക്ഷാ പദ്ധതി. അപ്പൊ എന്താണ് അതിന്റെ യോഗ്യതയായിട്ട് പറയുന്നത്? മാനദണ്ഡം എന്താ? 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. ഒരുപക്ഷെ നിങ്ങളുടെ അമ്മമാർക്കൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. എൻ്റെ അമ്മയ്ക്ക് കിട്ടി. അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു. 1000 രൂപ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ആദ്യം 2000 രൂപ കിട്ടിയത് 2 മാസത്തെ ഒരുമിച്ച് കിട്ടി. അപ്പോൾ ഭയങ്കര ഹാപ്പി അമ്മയൊക്കെ. അപ്പം 35-നും 60-നും ഇടയിൽ പ്രായമുള്ള 10 ലക്ഷം വരുന്ന സ്ത്രീകൾക്കും അതുപോലെ തന്നെ ട്രാൻസ് വനിതകൾക്കും പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, നമ്മുടെ മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രി വന്ന കാര്യമാണ് പറയാൻ പോകുന്നത്. 1 വർഷത്തെ രാഷ്ട്രപതി ഭരണത്തിന് ശേഷം മണിപ്പൂരിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെട്ടത് ആര് എന്ന് ചോദിച്ചപ്പോൾ അത് യുനാം ഖേംചന്ദ് സിംഗ് ആണ്. യുനാം ഖേംചന്ദ് സിംഗ്. ഈ മണിപ്പൂരിൽ ശരിക്കും പറഞ്ഞാൽ വർഗീയ കലാപം നടക്കുകയാണ് അല്ലേ, ഒരു ഗോത്ര കലാപം നടക്കുകയാണ്. ആ ഗോത്ര കലാപത്തിന്റെ ഭാഗമായിട്ട് മണിപ്പൂർ പലപ്പോഴായിട്ട് പ്രസിഡന്റ് ഭരണത്തിന് കീഴിൽ. അങ്ങനെ അവിടെ പുതിയൊരു മുഖ്യമന്ത്രി വരുന്നു, എൻ ബീരേൻ സിംഗ്. ഇതിനു മുൻപ് എൻ ബീരേൻ സിംഗ് ആയിരുന്നു ഇതിനു മുമ്പ് മുഖ്യമന്ത്രി. എൻ ബീരേൻ സിംഗ് മാറി പുതിയ ആള് വരുന്നു, യുനാം ഖേംചന്ദ് സിംഗ് ആണ് പുതിയ മണിപ്പൂർ മുഖ്യമന്ത്രി. അങ്ങനെയെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അടിസ്ഥാനത്തിലുള്ള റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോം. നമ്മുടെ ഓലയ്ക്കും ഊബറിനും ബദലായി, ഓല ടാക്സി സർവീസ് ഇല്ലേ, ഊബർ സർവീസ്, അതിന് ബദലായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച സഹകരണത്തോടു കൂടി ആരംഭിച്ച സഹകരണ അടിസ്ഥാനത്തിലുള്ള ഒരു റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഭാരത് ടാക്സി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ അടിസ്ഥാനത്തിലുള്ള റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ഭാരത് ടാക്സി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഓലയ്ക്കും ഊബറിനും ബദലായിട്ടാണ് ഈ സംരംഭം വന്നതെന്ന കാര്യം ഓർക്കുക, ഭാരത് ടാക്സി. അപ്പം നമ്മുടെ മണിപ്പൂരിന്റെ മുഖ്യമന്ത്രി യുനാം ഖേംചന്ദ് സിംഗാണ്. ഇവിടെ കാണാം, ഇതാണ് അദ്ദേഹം. ഇനി ഭാരത് ടാക്സിയെ പറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഓലയ്ക്കും ഊബറിനും ബദലായി ഭാരത് ടാക്സി കമ്മിങ് സൂൺ, ഡെത്ത് നെൽ ഫോർ ഓല ആൻഡ് ഊബർ എന്ന് പറയുന്നുണ്ട്. അടുത്ത പോയിന്റ്, 2026 ഫിഡെ എന്ന് പറയുന്നത് ചെസ്സിന്റെ അന്താരാഷ്ട്ര സംഘടനയാണ് ഫിഡെ. അപ്പൊ ചെസ്സിന്റെ അന്താരാഷ്ട്ര സംഘടനയാണ് ഫിഡെ എന്ന് പറയാം. അപ്പൊ 2026 ഫിഡെ ഫ്രീ സ്റ്റൈലിൽ ചെസ് ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ഏത് എന്ന് ചോദിച്ചപ്പോൾ അത് ജർമ്മനിയാണ്. അപ്പൊ 2026 ഫിഡെ ഫ്രീ സ്റ്റൈലിൽ ചെസ് ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ജർമ്മനി. അപ്പൊ ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയെന്ന് വെച്ചപ്പോൾ എവിടെയാണ്? അത് ജർമ്മനിയാണ്. അടുത്ത പോയിന്റ്, റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസിയായ ഇ റുപ്പി ഉപയോഗിച്ച് പൊതുവിതരണ സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത്? ഗുജറാത്താണ്. അപ്പൊ റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസിയായ ഇ റുപ്പി ഉപയോഗിച്ചുകൊണ്ട് പൊതുവിതരണ സംവിധാനം ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യ സംസ്ഥാനമായി മാറുന്നത് അത് ഗുജറാത്താണ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന ഒരു സ്റ്റാമ്പ് പരമ്പരയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപം ഏത്? പാവക്കഥകളിയാണ്. അപ്പൊ ഒന്നും കൂടി, ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ സ്റ്റാമ്പ് പരമ്പരയിൽ ഉൾപ്പെട്ട
കേരളത്തിലെ കലാരൂപം ഏതെന്ന് വെച്ച് പറഞ്ഞാൽ ഇതാണ്, അത് പാവക്കഥകളിയാണ്. കണ്ടോ, ഇതാണ് കേരളത്തിൻ്റെ, ഈ കാണുന്നതാണ് കേരളത്തിൻ്റെ പാവക്കഥകളി. ഇതെവിടെ തന്നെ കാണാം നിങ്ങൾക്ക്, പാവക്കഥകളി എന്ന് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്, പാവകഥകളി. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി, ഇന്ത്യൻ തപാൽ വകുപ്പിൻ്റെ പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ സ്റ്റാമ്പ് പരമ്പരയിൽ ഉൾപ്പെട്ട ആ പരമ്പരയിൽ, ആ സീരീസ് ഉൾപ്പെട്ട കേരളത്തിലെ കലാരൂപമാണ് പാവക്കഥകളി. കഥകളിയുടെ പാവകലാരൂപം പാവക്കഥകളി. ഇനി അടുത്തിലോട്ട് പോവാം. കേരളത്തിലെ 6 ലക്ഷം രക്ഷിതാക്കൾക്ക് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെ കൈറ്റ് നടപ്പിലാക്കുന്ന സമഗ്ര പരിശീലന പദ്ധതിയുടെ പേരാണ് സർവം AI മയം. സർവം AI മയം എന്നാണ്. ശരിയല്ലേ? നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും AI അതിപ്രസരമാണ്. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ശരിക്കും ഒറിജിനൽ ആണോ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കേരളത്തിലെ 6 ലക്ഷം വരുന്ന രക്ഷിതാക്കൾക്ക് നിർമ്മിത ബുദ്ധിയിൽ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെ കൈറ്റ് നടപ്പിലാക്കുന്ന സമഗ്ര പരിശീലന പദ്ധതിയുടെ പേരാണ് സർവം AI മയം. സർവം AI മയം എന്നുള്ളത്. അടുത്ത പോയിന്റ്, MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി AI പവേർഡ് ഫേസ് റെക്കഗ്നിഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ നിയമസഭ ഏത് എന്ന് ചോദിച്ച പറഞ്ഞ ഏതാണ്, അത് ആന്ധ്രാപ്രദേശിന്റെ നിയമസഭയാണ്. അപ്പോൾ MLA-മാരുടെ ഹാജർ രേഖപ്പെടുത്തുന്നതിനായിട്ട് AI പവേർഡ് ഫേസ് റെക്കഗ്നിഷൻ, മുഖം തിരിച്ചറിയുന്ന രീതിയിലുള്ള AI പവേർഡ് ഫേസ് റെക്കഗ്നിഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ നിയമസഭ ഏത് എന്ന് ചോദിച്ച പറഞ്ഞ ഏതാണ്, അത് ആന്ധ്രാപ്രദേശിന്റെ നിയമസഭയാണ്. അടുത്ത പോയിന്റിലേക്ക് വരാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് നഗരനയം അംഗീകരിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. കേരളമാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സംസ്ഥാനം നഗരനയം അംഗീകരിക്കുന്നു, ആ സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി നഗരനയം അംഗീകരിച്ച സംസ്ഥാനം ഏതെന്ന് വെച്ചാൽ പറഞ്ഞ ഏതാണ്, അത് കേരളമാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാലും അത് കേരളമാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാലും പറഞ്ഞാൽ ഏത് തന്നെയാണ്, കേരളം തന്നെയാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് കം റെയിൽ ടണൽ നിർമ്മിക്കുന്നത് ഏത് നദിയിലാണ്, ബ്രഹ്മപുത്ര നദിയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ റോഡ് കം ടണൽ, ജലത്തിന് താഴെ അണ്ടർ വാട്ടർ റോഡ് കം ടണൽ നിർമ്മിക്കുന്ന റെയിൽ ടണൽ നിർമ്മിക്കുന്ന നദി ഏത് നദിയിലാണ്, ബ്രഹ്മപുത്ര നദിയിലാണ്. ഇവിടെ ലോസ് ഏഞ്ചൽസിലെ അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രം എന്നാണ് ചോദ്യം. ഭ്രമയുഗമാണ്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് മമ്മൂക്ക തകർത്തഭിനയിച്ച ഭ്രമയുഗം സിനിമ. അപ്പോൾ ലോസ് ഏഞ്ചൽസിലെ അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ പ്രദർശിപ്പിച്ച ആദ്യത്തെ മലയാള ചലച്ചിത്രമാണ് ഭ്രമയുഗം. അതിൻ്റെ സംവിധാനം നിർവഹിച്ചത് രാഹുൽ സദാശിവനാണ്. അടുത്ത പോയിന്റിലേക്ക് വരാം. നിലവിലുള്ള UTS ആപ്പിന് പകരമായിട്ട് ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായിട്ട് ഇന്ത്യൻ റെയിൽവേ പുതുതായി പുറത്തിറക്കിയ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് റെയിൽ വൺ. അതായത് ഇന്ത്യൻ റെയിൽവേയുടെ ഏകീകൃത പ്ലാറ്റ്ഫോമാണ് ഈ പറയുന്ന റെയിൽ വൺ എന്ന് പറയുന്നത്. അപ്പം നിലവിലുണ്ടായിരുന്ന UTS നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ റെയിൽവേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി, ജനറൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അവിടെ പോയി ക്യൂ നിൽക്കണ്ട. നിങ്ങൾക്ക് UTS വഴി അത് ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ എന്നാണ് എൻ്റെ ഓർമ്മ, 1 കിലോമീറ്റർ മാറി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനായിട്ട് പറ്റും. ഇനി അതിനകത്താണ് QR കോഡ് സ്കാൻ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാനൊക്കെ പറ്റും. അങ്ങനെ ഉണ്ടായിരുന്നൊരു ആപ്പായിരുന്നു UTS ആപ്പ് വഴി നമ്മളെല്ലാവരും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം ബദലായിട്ട് പുതിയൊരു ആപ്പ്, ഒരു ഏകീകൃത പ്ലാറ്റ്ഫോം റെയിൽവേ കൊണ്ടുവരുന്നു. ആ ഏകീകൃത പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് റെയിൽ വൺ എന്ന കാര്യം ഓർക്കുക. അപ്പം നിലവിൽ ഉള്ള UTS ആപ്പിന് പകരമായി ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യൻ റെയിൽവേ പുതുതായി പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് റെയിൽ വൺ. അടുത്ത പോയിന്റ്, 2 പദ്ധതികളാണ്, ചിരിയും ഹോപ്പും. എന്താണ് ചിരി അതുപോലെ തന്നെ ഹോപ്പ്? 2 പദ്ധതികൾ. പരീക്ഷാ കാലത്ത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയും അവിടെ പഠന സഹായത്തിനു വേണ്ടി കേരള പോലീസ് ആവിഷ്കരിച്ച 2 പദ്ധതികളാണ്. ഒന്ന് ചിരിയും അതുപോലെ തന്നെ ഹോപ്പും. അപ്പോൾ പരീക്ഷാ കാലത്ത് കുട്ടികളുടെ
മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും പഠന സഹായത്തിനും വേണ്ടി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതികളാണ് ചിരി ആൻഡ് ഹോപ്പ്. ചിരി ആൻഡ് ഹോപ്പ് എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെ എന്നാണ് ചോദ്യം. വൈക്കത്താണ്, കോട്ടയം ജില്ലയിലെ വൈക്കത്താണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ്റെ പേരെന്ത്, അല്ലെങ്കിൽ നിലവിൽ വന്നത് എവിടെ എന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് വൈക്കത്താണ്. വിജയ് സിംഗ് കോട്ടയം, കോട്ടയത്തെ വൈക്കത്താണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ എവിടെയെന്ന് വെച്ചപ്പോൾ എവിടെയാണ്? അത് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ്. അടുത്ത പോയിന്റ്, ഒരു നാവിക അഭ്യാസമാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര നാവിക അഭ്യാസ പ്രകടനം. അപ്പോൾ 2026 ഫെബ്രുവരി മാസം വിശാഖപട്ടണത്ത് ബംഗാൾ ഉൾക്കടൽ അരങ്ങേറുന്ന അരങ്ങേറിയ ഏറ്റവും വലിയ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര നാവിക അഭ്യാസ പ്രകടനത്തിൻ്റെ പേരാണ് മിലാൻ 2026. മിലാൻ 2026 എന്ന് പറയുന്നത്. അപ്പോൾ മിലാൻ 26 ഒരു നാവിക അഭ്യാസമാണ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ നാവിക അഭ്യാസമാണ്. അപ്പോൾ 2026 ഫെബ്രുവരി മാസം വിശാഖപട്ടണത്ത് ബംഗാൾ ഉൾക്കടലിൽ അരങ്ങേറിയ ഏഷ്യയിലെ ഏറ്റവും വലിയ ബഹുരാഷ്ട്ര നാവിക അഭ്യാസ പ്രകടനമാണ് മിലാൻ 2026. ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഈ മിലാൻ 2026 നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കാൻ വന്ന ഇറാന്റെ കപ്പലിനെ അമേരിക്ക എന്ത് ചെയ്തു? ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത് തകർക്കുകയാണ് ചെയ്യുന്നത്. ഏതാണ് കപ്പൽ? 10 ഇതിനകത്ത് 87 എന്നാണ് പറഞ്ഞുള്ളൂ, പക്ഷേ അതിൽ കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. ആ കപ്പലിൻ്റെ പേരാണ് ഐറിസ് ഡെന. വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഐറിസ് ഡെന എന്നാണ് കപ്പലിൻ്റെ പേര്. ഐറിസ് ഡെന ഇറാന്റെ കപ്പലാണ്. US മുക്കി എന്നാണ് പറയുന്നത്. ഇറാൻ വാർഷിപ്പ് ഇൻ ഇന്ത്യൻ ഓഷൻ. 87 പേര് മരിച്ചു. 87േക്കാൾ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ബയലാട്രൽ എക്സസൈസ് ആയിട്ടുള്ള മിലാൻ 2026 പങ്കെടുത്ത് മടങ്ങവെയാണ് ഇറാന്റെ കപ്പലിന് എന്ത് ചെയ്യുന്നത്? അമേരിക്ക ആക്രമിക്കുന്നത്. അപ്പോൾ മിലാൻ 2026 കഴിഞ്ഞ്, നാവികാഭ്യാസം കഴിഞ്ഞ് മടങ്ങിയ ഇറാന്റെ കപ്പലിനെ അമേരിക്ക മുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നശിപ്പിക്കുന്നുണ്ട്. ഏത് കപ്പലിനെയാണ് അമേരിക്ക തീയിട്ടത് അല്ലെങ്കിൽ ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത് തകർത്തത് എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഏതാണ്? അത് ഈ പറയുന്ന ഐറിസ് ഡെന എന്ന് പറയുന്ന കപ്പലിനെയാണെന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിന് വേണ്ടി ഗൂഗിൾ നടപ്പിലാക്കുന്ന സമുദ്രത്തിനടിയിലുള്ള കേബിൾ ശൃംഖലയുടെ പേരെന്ത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാക്കുന്ന ലക്ഷ്യത്തോടു കൂടി ഗൂഗിൾ നടപ്പിലാക്കുന്ന സമുദ്രത്തിനടിയിലുള്ള കേബിൾ ശൃംഖലയുടെ പേരാണ് അമേരിക്ക ഇന്ത്യ കണക്ട് എന്നുള്ളത്. അപ്പോൾ ഒന്നും കൂടി, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഡിജിറ്റൽ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിന് വേണ്ടി ഗൂഗിൾ നടപ്പിലാക്കുന്ന സമുദ്രത്തിനടിയിലുള്ള കേബിൾ ശൃംഖലയാണ് അമേരിക്ക ഇന്ത്യ കണക്ട് എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ്റെ പേരാണ് ഉയരെ. അപ്പോൾ കുടുംബശ്രീ ആഭിമുഖ്യത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കായി നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ്റെ പേരാണ് ഉയരെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഉയരെ എന്ന ക്യാമ്പയിൻ ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? ട്രാൻസ്ജെൻഡർ അഥവാ ഭിന്നലിംഗക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ചതാ? കുടുംബശ്രീ ആരംഭിച്ച ക്യാമ്പയിനാണ്. അപ്പോൾ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ക്യാമ്പയിൻ്റെ പേരാണ് ഉയരെ. ലിംഗനീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജെൻഡർ ക്യാമ്പയിനാണിത്. അപ്പോൾ ലിംഗനീതി അഥവാ ജെൻഡർ ഇക്വാലിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനാണ് ഉയരെ എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർത്തു വെച്ചേക്കുക. നല്ല പദ്ധതിയാണ്. അടുത്ത പോയിന്റ്, ഒരു റാങ്കിങ് ആണ് പറയുന്നത്. 2025-26 ഗ്ലോബൽ വിമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏത് എന്നാണ് ചോദ്യം. അത് ഡെൻമാർക്കാണ്. അപ്പോൾ 2025-26 ഗ്ലോബൽ വിമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം എന്ന് വെച്ചാൽ പറഞ്ഞാൽ ഏതാണ്? അത് ഡെൻമാർക്കാണ്. അതിൽ ഇന്ത്യയുടെ റാങ്ക് 131 റാങ്ക്. അപ്പോൾ 2025-2026 സീസണിലെ ഗ്ലോബൽ വിമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ്, അപ്പോൾ വനിതകൾക്ക് സമാധാനമായും സുരക്ഷിതത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുടെ പട്ടിക. അപ്പോൾ ഗ്ലോബൽ വിമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി, അപ്പോൾ വനിതകൾക്ക് സമാധാനപരമായും അതുപോലെ വളരെ സെക്യൂരിറ്റിയോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമായിട്ട് അതിൽ 1ാം സ്ഥാനം നേടുന്ന ഡെൻമാർക്കാണ്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നോക്കിയേ? 131ാം സ്ഥാനത്താണ്. അടുത്ത പോയിന്റ്, ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഫാക്റ്റാണ്.
രാജ്യാന്തര വനിതാ ക്രിക്കറ്റ്, ഇന്റർനാഷണൽ വിമൻസ് ക്രിക്കറ്റ്, രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന നേട്ടം കൈവരിച്ചത് ഹർമൻപ്രീത് കൗറാണ്. അപ്പോൾ രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായ ഹർമൻപ്രീത് കൗർ, ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ, ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീം, ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് ഈ പറയപ്പെടുന്ന ഹർമൻപ്രീത് കൗർ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ രാജ്യാന്തര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന നേട്ടം കൈവരിച്ചത് ഹർമൻപ്രീത് കൗറാണ്. ഇതിനടുത്ത പോയിന്റ് BBC ഇന്ത്യൻ സ്പോർട്സ് വിമൺ അവാർഡ് 2025. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന BBC വർഷാവർഷം ഇന്ത്യൻ സ്പോർട്സ് വിമൻസിന് പുരസ്കാരം കൊടുക്കാറുണ്ട്. മെയിനായിട്ടുള്ള പുരസ്കാരം ഇന്ത്യൻ സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ, അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എമർജിംഗ് പ്ലെയർ അവാർഡ്, പാരാ സ്പോർട്സ് വിമൺ അവാർഡ്, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡൊക്കെ നൽകാറുണ്ട്. പക്ഷെ ചോദിച്ചിട്ടുള്ളത് BBC ഇന്ത്യൻ സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ അവാർഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2025 BBCയുടെ ഇന്ത്യൻ സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടുന്നത് സ്മൃതി മന്ദാന. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ടുള്ള സ്മൃതി മന്ദാനയാണ് BBCയുടെ ഇന്ത്യൻ സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ ആയി, BBCയുടെ ഇന്ത്യൻ സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ BBCയുടെ എമർജിംഗ് പ്ലെയർ, ഈ വളർന്നു വരുന്ന താരം അല്ലേ, വളർന്നു വരുന്ന താരം നൽകുന്ന പുരസ്കാരമാണ് എമർജിംഗ് പ്ലെയർ അവാർഡ്. BBC എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടുന്നത് ദിവ്യ ദേശ്മുഖാണ്. ചെസ് താരമായിട്ടുള്ള ദിവ്യ ദേശ്മുഖ്. അപ്പോൾ BBCയുടെ എമർജിംഗ് പ്ലെയർ, വളർന്നു വരുന്ന താരം നൽകുന്ന പുരസ്കാരമായ BBC എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടുന്ന ദിവ്യ ദേശ്മുഖ്, ചെസ് താരം. അടുത്തത് BBCയുടെ പാരാ സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ, ഈ പാരാലിമ്പിക് താരമില്ലേ, വനിതാ പാരാലിമ്പിക് താരം. അപ്പോൾ BBC പാരാ സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടുന്നത് പ്രീതി പാലാണ്. ട്രാക്ക് ആൻഡ് ഫീൽഡ് താരമാണ്, ട്രാക്ക് ആൻഡ് ഫീൽഡ് താരമാണ് പ്രീതി പാൽ. അപ്പോൾ BBC പാരാ സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ, BBC പാരാ സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണത്? പ്രീതി പാലാണ്. ട്രാക്ക് ആൻഡ് ഫീൽഡ് താരമാണ് പ്രീതി പാല്. ഇനി BBCയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ്, ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള പുരസ്കാരം നേടുന്നത് അഞ്ജലി ഭഗ്വത് ആണ്. അഞ്ജലി ഭഗ്വത് ഷൂട്ടിംഗ് താരം. ഇവരെ പറ്റി പറയുമ്പോൾ ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് താരമാണ്. ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിതാ താരം. അപ്പോൾ ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൻ്റെ ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിതാ താരം. അപ്പോൾ ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ഈ പറയപ്പെടുന്ന അഞ്ജലി ഭഗ്വത് എന്ന കാര്യം ഓർക്കുക. ഷൂട്ടിംഗ് ആണ് മേഖല. അപ്പോൾ 4 പേരുടെയും ചിത്രം കാണാം. സ്മൃതി മന്ദാന BBC ഇന്ത്യൻ സ്പോർട്സ് വിമൺ ഓഫ് ദി ഇയർ, BBC പാരാ സ്പോർട്സ് വിമൺ പ്രീതി പാൽ, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അഞ്ജലി ഭഗ്വത്, എമർജിംഗ് പ്ലെയർ ദിവ്യ ദേശ്മുഖ്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തലോട്ട് പോവാം. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ 2024-25 വർഷത്തെ GV രാജ അവാർഡിന് അർഹനായത്. അപ്പോൾ കേരളത്തിൻ്റെ പരമോന്നതമായ കായിക ബഹുമതിയാണ് GV രാജ പുരസ്കാരം. അപ്പോൾ കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേണൽ ഗോദവർമ്മ രാജ എന്ന GV രാജ അല്ലേ. അപ്പോൾ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ 2024-25 വർഷത്തെ GV രാജ അവാർഡിന് അർഹനായത് 2 പേരാണ്. മുഹമ്മദ് അഫ്സൽ, അത്ലറ്റിക്സ് താരമായ മുഹമ്മദ് അഫ്സലും പിന്നെ PK ഐശ്വര്യ, നെറ്റ് ബോൾ താരമായിട്ടുള്ള PK ഐശ്വര്യയുമാണ്. അപ്പോൾ GV രാജ പുരസ്കാരം നേടിയ പുരുഷ താരമാര് എന്ന് ചോദിച്ചാൽ മുഹമ്മദ് അഫ്സലും, വനിതാ താരമാരെന്ന് വെച്ചാൽ PK ഐശ്വര്യയുമാണ്. അടുത്ത പോയിന്റ്, ഉത്തർപ്രദേശിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും വേഗതയാർന്ന മെട്രോ സർവീസ് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തർപ്രദേശിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസ് ഏത് എന്ന് ചോദിച്ചപ്പോൾ അത് മീററ്റ് മെട്രോയാണ്. അതിൻ്റെ പരമാവധി വേഗത 120 കിലോമീറ്ററാണ് അതിൻ്റെ പരമാവധി വേഗത. അപ്പോൾ ഉത്തർപ്രദേശിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ തന്നെ ഏറ്റവും വേഗമേറിയ മെട്രോ സർവീസാണ് മീററ്റ് മെട്രോ. അതിൻ്റെ പരമാവധി വേഗത എത്രയാണ്? 120
കിലോമീറ്ററാണ്. പരമാവധി വേഗത 120 കിലോമീറ്റർ ആണെന്ന കാര്യം ഓർക്കുക. 120 കിലോമീറ്റർ മണിക്കൂറിൽ 120 കിലോമീറ്റർ. അടുത്ത പോയിന്റ്, കേരള ആരോഗ്യ വകുപ്പിന് കീഴിൽ ആദ്യത്തെ ട്രൈബൽ ഹബ്ബ്, ഫസ്റ്റ് ട്രൈബൽ ഹബ്ബ് അഥവാ ട്രൈബൽ മൾട്ടി പർപ്പസ് സജ്ജമാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ വാളംതോടിലാണ്. അപ്പോൾ ഒന്നും കൂടി, കേരള ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ ആദ്യത്തെ ട്രൈബൽ ഹബ്ബ്, ഫസ്റ്റ് ട്രൈബൽ ഹബ്ബ് അഥവാ ട്രൈബൽ മൾട്ടി പർപ്പസ് എവിടെയാണ് സജ്ജമാകുന്നത് എന്നാണ് ചോദ്യം. എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ വാളംതോടാണ്. മലപ്പുറം ജില്ലയിലെ വാളംതോട്. അടുത്ത പോയിന്റ്, 2026 ഫെബ്രുവരിയിൽ കേരള സർക്കാർ നിയമിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരെന്നാണ് ചോദ്യം. ഡോക്ടർ VP ജോയ്. ഈ പേര് നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട്. കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയാണ് VP ജോയ് എന്ന കാര്യം ഓർക്കുക. യെസ്. അപ്പോൾ 2026 ഫെബ്രുവരി മാസം കേരള സർക്കാർ നിയമിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? ഡോക്ടർ VP ജോയ് ആണ്. മുൻ ചീഫ് സെക്രട്ടറിയാണ്. കേരളത്തിന്റെ മുൻ ചീഫ് സെക്രട്ടറിയാണ് VP ജോയ്. അങ്ങനെയെങ്കിൽ നിലവിൽ ചീഫ് സെക്രട്ടറി ആര്? നിലവിൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആരെന്ന് വെച്ചപ്പോൾ ആരാണ്? A ജയതിലക് IAS ആണ്. A ജയതിലക് IAS ആണ്. അദ്ദേഹം കേരളത്തിന്റെ ചരിത്രത്തിലെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ്. കേരളത്തിന്റെ ചരിത്രത്തിലെ 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഈ പറയുന്ന A ജയതിലക് IAS എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ് പുരസ്കാരം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ ചിത്രം ഏത് എന്നാണ് ചോദ്യം. ബൂങ് ആണ്. ബൂങ് എന്ന് പറയുന്ന ഒരു മണിപ്പൂരി ചിത്രമാണ്. അതിന്റെ സംവിധാനം ലക്ഷ്മിപ്രിയ ദേവിയാണ്. ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം കാറ്റഗറിയിലാണ് പുരസ്കാരം. അപ്പോൾ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സ് പുരസ്കാരം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ ചിത്രം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് ബൂങ് എന്ന മണിപ്പൂരി ചിത്രമാണ്. അപ്പോൾ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ്സിൽ പുരസ്കാരം കരസ്ഥമാക്കുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമായി മാറുന്നത് മണിപ്പൂരി ചിത്രമായ ബൂങ് ആണെന്ന കാര്യം ഓർക്കുക. അതിൻ്റെ സംവിധാനം ലക്ഷ്മിപ്രിയ ദേവിയാണ്. ഏത് കാറ്റഗറിയിലാണ് പുരസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം വിഭാഗത്തിലാണ് പുരസ്കാരം. അടുത്ത പോയിന്റ് നോക്കിയേ. 2026 ഫെബ്രുവരിയിൽ C രാജഗോപാലാചാരിയുടെ അർദ്ധകായ പ്രതിമ, അർദ്ധകായ മീൻസ് പകുതി രീതിയിലുള്ള ഇതുവരെയുള്ള അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ് ചോദ്യം. അത് രാഷ്ട്രപതി ഭവനിലാണ്. അപ്പോൾ 2026 ഫെബ്രുവരി മാസം C രാജഗോപാലാചാര്യയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ എവിടെയാണ്? അത് ഈ പറയപ്പെടുന്ന രാഷ്ട്രപതി ഭവനിലാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യ ഡച്ച് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം ഏത് എന്നാണ് ചോദ്യം. നിള ഹെറിറ്റേജ് മ്യൂസിയം, പൊന്നാനിയിൽ ഉള്ള നിള ഹെറിറ്റേജ് മ്യൂസിയം. അപ്പോൾ ഇന്ത്യ ഡച്ച് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം ഏത് എന്ന് ചോദിച്ചപ്പോൾ ഏതാണ്? അത് നിള ഹെറിറ്റേജ് മ്യൂസിയം, പൊന്നാനിയിലുള്ള നിള ഹെറിറ്റേജ് മ്യൂസിയമാണ്. അടുത്ത പോയിന്റിലേക്ക് വരാം. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2025 ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ മികച്ച നോവൽ ഓർ കഥാവിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ആര് എന്നാണ് ചോദ്യം. ശ്രീജിത്ത് മൂത്തേടത്താണ്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് പെൻഗിനുകളുടെ വൻകരയിൽ എന്ന കൃതിക്കാണ്. അപ്പോൾ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 2025 ബാലസാഹിത്യ പുരസ്കാരങ്ങളിൽ മികച്ച നോവൽ അല്ലെങ്കിൽ കഥാവിഭാഗത്തിൽ പുരസ്കാരം നേടുന്നത് ശ്രീജിത്ത് മൂത്തേടമാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് പെൻഗിനുകളുടെ വൻകരയിൽ. കണ്ടോ, ഇതാണ് നമ്മുടെ ശ്രീജിത്ത് മൂത്തേടം. പെൻഗിനുകളുടെ വൻകരയിൽ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിക്കുന്നത്. ഈ പറയുന്ന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബാലസാഹിത്യ പുരസ്കാരം ലഭിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കിയേ. ടെറ്റനസ്, അഡൾട്ട് ഡിഫ്തീരിയ എന്നീ രോഗങ്ങളിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ വാക്സിൻ്റെ പേരാണ് TD വാക്സിൻ. ടെറ്റനസ്, അഡൾട്ട് ഡിഫ്തീരിയ. ടെറ്റനസും അതുപോലെ തന്നെ അഡൾട്ട് ഡിഫ്തീരിയ എന്നീ രോഗങ്ങൾക്ക് എതിരായിട്ട് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ വാക്സിനാണ് TD വാക്സിൻ. ഹിമാചൽ പ്രദേശിലെ കസോളിയിലുള്ള സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ വാക്സിൻ എന്ത് ചെയ്യുന്നത്? വികസിപ്പിക്കുന്നത്. അടുത്ത പോയിന്റിലേക്ക് വരാം. യെസ്, കേരളത്തിലെ ആദ്യത്തെ
ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ അഥവാ IRIA സ്ഥാപിതമാവുന്നത് കണ്ണൂർ കല്യാടാണ്. അപ്പോൾ ഒന്നും കൂടി എന്താണ്, അപ്പോൾ കേരളത്തിൽ ആദ്യത്തെ ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ അഥവാ IRIA സ്ഥാപിതമാകുന്നത് എവിടെയെന്ന് വെച്ചപ്പോൾ എവിടെയാണ്? അത് കണ്ണൂർ ജില്ലയിലെ കല്യാടാണ്. കണ്ണൂർ ജില്ലയിലെ കല്യാടാണെന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റ്, ഭീകരവാദത്തെ നേരിടുന്നതിന് വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ കർമ്മ പദ്ധതിയുടെ പേരെന്ത് എന്നാണ് ചോദ്യം. പ്രഹാർ. ഒന്നും കൂടി, ഭീകരവാദത്തെ നേരിടുന്നതിന് വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ പുതിയൊരു കർമ്മ പദ്ധതിയെ വിളിച്ച പേരാണ് പ്രഹാർ. നിങ്ങളോട് ചോദിക്കാം, പ്രഹാർ കർമ്മ പദ്ധതി താഴെ പറയുന്നവയിൽ ആരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭീകരവാദത്തെ നേരിടുക, ഭീകരവാദത്തെ അഥവാ തീവ്രവാദത്തെ നേരിടുക എന്നിവയെ ലക്ഷ്യം വെച്ചുകൊണ്ട്. അടുത്ത പോയിന്റിൽ മറ്റൊരു പദ്ധതിയാണ്. എന്താ പദ്ധതി നോക്കാം. പിന്നാക്ക വിഭാഗങ്ങളിലെ സ്ത്രീ സംരംഭകർക്കായി പ്രതിവർഷം 5% പലിശ നിരക്കിൽ 2 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് ന്യൂ സ്വർണിമ സ്കീം. എത്ര ലക്ഷം രൂപ വരെയാ? 2 ലക്ഷം രൂപ വരെ വായ്പ. അപ്പോൾ പിന്നാക്ക വിഭാഗങ്ങളിലെ സ്ത്രീ സംരംഭകർക്കായി പ്രതിവർഷം 5% പലിശ നിരക്കിൽ 2 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി വിളിച്ച പേരാണ് ന്യൂ സ്വർണിമ സ്കീം. അതിൻ്റെ പ്രായപരിധി എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ എത്രയാ? 18 മുതൽ 55 വയസ്സ് വരെ. അപ്പോൾ അതിൻ്റെ പ്രായപരിധി എത്രയാണ്? അതിൻ്റെ പ്രായപരിധി എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ എത്രയാണ്? 18 മുതൽ 55 വയസ്സ് വരെയാണ് പ്രായപരിധി. 18 മുതൽ 55 വയസ്സ് വരെയാണ് അതിൻ്റെ പ്രായപരിധി. അടുത്ത പോയിന്റ് നോക്കിയേ, അതിൻ്റെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. കുടുംബത്തിൻ്റെ ആ ഒരു പദ്ധതി കിട്ടണമെന്നുള്ള ഒറ്റ കണ്ടീഷൻ, കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കൂടരുത്. അപ്പോൾ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എത്ര ലക്ഷം രൂപയിൽ കൂടരുത്? 3 ലക്ഷം രൂപയിൽ കൂടരുതെങ്കിൽ മാത്രമേ ഈ പദ്ധതി കിട്ടത്തുള്ളൂ. അടുത്ത പോയിന്റ്, നിർഭയ നിശ. നിശ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടും രാത്രി. നിർഭയ നിശ എന്താ സംഭവം? സ്ത്രീകൾക്ക് രാത്രി സമയങ്ങളിൽ സുരക്ഷിതമായും സ്വതന്ത്രമായും സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരളത്തിലെ പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ. ഭയമില്ല, നിർഭയ നിശ. നിർഭയ എന്ന് പറയുന്നത് നമുക്കറിയാം വനിതയുമായി ബന്ധപ്പെട്ടതാണ് നിർഭയ. നിശ മീൻസ് രാത്രി. അപ്പോൾ സ്ത്രീകൾക്ക് രാത്രി കാലങ്ങളിൽ സുരക്ഷിതമായി എന്ത് ചെയ്യണം? യാത്ര ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ സ്ത്രീകൾക്ക് രാത്രി സമയങ്ങളിൽ സുരക്ഷിതമായും സ്വതന്ത്രമായും സഞ്ചരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള പോലീസ് ഒരു പദ്ധതി ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് നിർഭയ നിശ എന്ന കാര്യം ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. ഇന്ത്യ അമേരിക്ക സ്പെഷ്യൽ ഫോഴ്സുകളുടെ 16ാമത് സൈനിക അഭ്യാസമായ വജ്രപ്രഹാർ. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസം വിളിക്കുന്ന പേരാണ് വജ്രപ്രഹാർ എന്ന കാര്യം ഓർക്കുക. ആ വജ്രപ്രഹാർ 2026 വേദി ബക്ലോയാണ്. ബക്ലോ, ഹിമാചൽ പ്രദേശിലെ ബക്ലോ. അപ്പോൾ ഏത് രാജ്യവുമായി ഇന്ത്യ നടത്തുന്ന സംയുക്ത സൈനിക അഭ്യാസമാണ് വജ്രപ്രഹാർ എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയുമായിട്ടാണ് അല്ലേ. അപ്പോൾ ഇന്ത്യ അമേരിക്ക സ്പെഷ്യൽ ഫോഴ്സുകളുടെ 16ാമത് സൈനിക അഭ്യാസമായ വജ്രപ്രഹാർ 2026 വേദി ബക്ലോ വിച്ച് ഈസ് ഇൻ ഹിമാചൽ പ്രദേശ്. അടുത്ത പോയിന്റ്, 2026 വനിതാ ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർസ് ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കളായി മാറിയത് ഇന്ത്യയാണ്. അപ്പോൾ വിമൻസിന്റെ ഏഷ്യ കപ്പ് ചാമ്പ്യന്മാരായി മാറിയത് ആരാണ്? ഇന്ത്യയാണ്. അപ്പോൾ 2026 വനിതാ ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർസ് ക്രിക്കറ്റ് ടൂർണമെന്റ് ചാമ്പ്യന്മാരായി മാറുന്നത് ഇന്ത്യ. അപ്പോൾ വനിതകളുടെ ഏഷ്യ കപ്പ് ചാമ്പ്യന്മാർ ആര് എന്നാണ് ചോദ്യം. ആരാണ്? ഇന്ത്യയാണ്. 2026 ഫെബ്രുവരി മാസം നീതി ആയോഗിന്റെ ഇടക്കാല CEO ആയി നിയമിക്കപ്പെട്ടത് ഈ BVR സുബ്രഹ്മണ്യം ആയിരുന്നു CEO. BVR സുബ്രഹ്മണ്യം ആയിരുന്നു നീതി ആയോഗിന്റെ CEO. അദ്ദേഹം മാറിയതിനെ തുടർന്ന് ഒരു ഇടക്കാല ചാർജ് ഏറ്റെടുത്ത ഇന്ററിം ചാർജ് ഏറ്റെടുത്ത വ്യക്തിയാണ് നിധി ചിബ്ബർ എന്ന കാര്യം എന്ത് ചെയ്യുക? അവിടെ ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. 2027 AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദിയാകുന്നത് ജനീവയാണ്, സ്വിറ്റ്സർലാൻഡിലെ ജനീവ. അപ്പോൾ 2027 AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണെന്ന കാര്യം ഓർക്കുക. അടുത്ത സച്ചിനുമായി ബന്ധപ്പെട്ടൊരു ഫാക്റ്റാണ്. ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ റോഡ് സേഫ്റ്റിയായി ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റി ആയി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആര് എന്ന് ചോദിച്ച പറഞ്ഞമാരാണ്? അത് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ ആണ്.
അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റിയായി നിയോഗിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരമാര് എന്ന് ചോദിച്ചപ്പോൾ ആരാണ്? സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ. നോക്കി, ഐ വിയർ ഹെൽമെറ്റ് എന്ന ടാഗോട് കൂടി സച്ചിൻ്റെ ഫോട്ടോ അവിടെ, ഒരു ബ്രാൻഡ് അംബാസിഡർ കണക്ക് തന്നെ. ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ ചാമ്പ്യൻ ഫോർ റോഡ് സേഫ്റ്റി, റോഡ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡ് അംബാസിഡർ, ഒരു ഐക്കണായിട്ട് സച്ചിനെയാണ് ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത പോയിന്റിലേക്ക് വരാം. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 3 പ്രകാരം ആർട്ടിക്കിൾ 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ആർട്ടിക്കിൾ 3 പ്രകാരം 2026 ഫെബ്രുവരി 24 പേര് മാറ്റത്തിന് കേന്ദ്ര അനുമതി ലഭിച്ച സംസ്ഥാനം കേരളമാണ്. കേരള എന്ന ഔദ്യോഗിക നാമം കേരളം എന്നാക്കി മാറ്റുമെന്നല്ല, മാറ്റിക്കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 3 പ്രകാരം 2026 ഫെബ്രുവരി 24 പേര് മാറ്റത്തിന് കേന്ദ്ര അനുമതി ലഭിച്ച സംസ്ഥാനം കേരളമാണ്, നമ്മുടെ സ്വന്തം കേരളമാണ്. അടുത്ത പോയിന്റ് നോക്കിയേ. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഉപയോഗിച്ച് വൈദ്യുതി സംഭരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ഏതെന്നാണ് ചോദ്യം. പെരിഞ്ഞനം, തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്താണ്. ഒന്നും കൂടി. അപ്പോൾ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഉപയോഗിച്ച് വൈദ്യുതി സംഭരിക്കുകയും അതുപോലെ തന്നെ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് പെരിഞ്ഞനം, തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്. അടുത്തത് ഒരു യൂണിഫൈഡ് മൊബൈൽ ആപ്പാണ്. കേരള സർക്കാരിൻ്റെ ഒരു തനതായ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് നമ്മുടെ കേരളം. എന്താ സംഭവം? 150-150 സർക്കാർ സേവനങ്ങൾ ഒരൊറ്റ കുടക്കീഴിൽ, ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ പുറത്തിറക്കിയ ഏകീകൃത മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് നമ്മുടെ കേരളം എന്നുള്ളത്. അപ്പോൾ 150 സർക്കാർ സേവനങ്ങൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ പുറത്തിറക്കിയ ഏകീകൃത മൊബൈൽ ആപ്പിൻ്റെ പേരാണ് നമ്മുടെ കേരളം. അടുത്തതൊരു പദ്ധതിയാണ് കാവൽ പദ്ധതി. എന്താണ് കാവൽ എന്ന് പറയുന്ന പദ്ധതി? കുറ്റകൃത്യങ്ങളിൽ കുടുങ്ങിയ കുട്ടികൾക്ക് കരുതലൊരുക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് കാവൽ. അപ്പോൾ കുറ്റകൃത്യങ്ങളിൽ കുടുങ്ങിയ കുട്ടികൾക്ക് കരുതലൊരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കാവൽ. അപ്പോൾ കുറ്റകൃത്യങ്ങളിൽ കുടുങ്ങിയ കുട്ടികൾക്ക് കരുതലൊരുക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരാണ് കാവൽ എന്ന കാര്യം എന്ത് ചെയ്യുക, ഓർക്കുക. അടുത്ത പോയിന്റിലേക്ക് വരുന്നു. ഇന്ത്യയുടെ സ്വന്തം GPS സംവിധാനമായ നാവിക്, ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച GPS സംവിധാനമാണ് നാവിക് എന്ന് പറയുന്നത്. ആ നാവിക് ശൃംഖലയുടെ ഭാഗമായി വിക്ഷേപിച്ച പുതുതലമുറ നാവിഗേഷൻ ഉപഗ്രഹമാണ് NVS 02. അപ്പോൾ ഇന്ത്യയുടെ സ്വന്തം GPS സംവിധാനമാണ് നാവിക്. ആ നാവിക് ശൃംഖലയുടെ ഭാഗമായി വിക്ഷേപിച്ച പുതുതലമുറ നാവിഗേഷൻ ഉപഗ്രഹത്തിൻ്റെ പേരാണ് NVS 02. കേരളത്തിലെ ആദ്യത്തെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയെന്നാണ് ചോദ്യം. എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്താണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിതമായത് ബ്രഹ്മപുരം. നമുക്കറിയാം, ബ്രഹ്മപുരം വലിയ രീതിയിലുള്ള മാലിന്യ കൂമ്പാരമായിരുന്നു. ബ്രഹ്മപുരത്തെ ഒരു പൂങ്കാവനമാക്കി മാറ്റുമെന്നായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിൻ്റെ പ്രഖ്യാപനം. അദ്ദേഹം പിന്നീടത് നടപ്പിലാക്കി കാണിക്കുകയും ചെയ്തു. ഇപ്പം മാലിന്യമൊന്നുമില്ല. അവിടെയാണ് ഈ പറയുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിതമാകുന്നത്, ബ്രഹ്മപുരത്താണ്. അടുത്ത പോയിന്റ് നോക്കിയേ. 2026 ഫെബ്രുവരി മാസം വേൾഡ് ഓഷ്യൻ സയൻസ് കോൺഗ്രസിൻ്റെ 4ാമത് എഡിഷന് വേദിയാകുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഗോവയാണ്. അപ്പോൾ 2026 ഫെബ്രുവരി മാസം വേൾഡ് ഓഷ്യൻ സയൻസ് കോൺഗ്രസിൻ്റെ 4ാമത് എഡിഷൻ്റെ വേദി ഗോവയാണ്. അടുത്ത പോയിന്റ്, 2026 ദേശീയ ശാസ്ത്രദിനം, നാഷണൽ സയൻസ് ഡേ അല്ലേ. നാഷണൽ സയൻസ് ഡേ അഥവാ ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം എന്ത് എന്നാണ് ചോദ്യം. വിമൺ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത ഭാരത്. വനിതകൾ സയൻസിൽ അല്ലെങ്കിൽ ശാസ്ത്ര മേഖലയിൽ വനിതകൾ കാറ്റലൈസിംഗ് വികസിത ഭാരതെ കാറ്റലൈസ് അല്ലെങ്കിൽ പ്രചോദനമാകുക എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ വിമൺ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത ഭാരത്. അപ്പോൾ 2026 ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വിമൺ ഇൻ സയൻസ് കാറ്റലൈസിംഗ് വികസിത ഭാരത് എന്നാണ്. അല്ലെങ്കിൽ വികസിത ഭാരതത്തിന് ഊന്നൽ കൊടുക്കുക, അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, കാറ്റലൈസ് ചെയ്യുക മീൻസ് ഒന്ന് പ്രചോദനം കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. പ്രചോദിപ്പിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ് വരിക. ലാസ്റ്റ് സ്ലൈഡാണ്, ഏറ്റവും അവസാനത്തെ പോയിന്റിലായിട്ട് പോവുകയാണ് നമ്മൾ.
2026 ഫെബ്രുവരി മാസം ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പദവി കൈവരിച്ച കേരളത്തിലെ നഗരസഭ ഏത് എന്നാണ് ചോദ്യം. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല നഗരസഭയാണ്. അപ്പോൾ 2026 ഫെബ്രുവരി മാസം ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പദവി കൈവരിച്ച കേരളത്തിലെ നഗരസഭ ചോദിച്ച പണം ഏതാണ്? അത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല നഗരസഭയാണ്. അടുത്ത പോയിന്റ്, തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റാകുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു ആണ്. അപ്പൊ തദ്ദേശീയ മീൻസ് നമ്മൾ സ്വന്തമായിട്ട് തന്നെ അല്ലേ. അപ്പൊ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധ ഹെലികോപ്റ്ററിൽ സഹ പൈലറ്റായി മാറുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററായ LCH പ്രജണ്ടിലാണ് നമ്മുടെ ദ്രൗപദി മുർമു എന്ത് ചെയ്യുന്നത്? യാത്ര ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫേഴ്സ് ആണ്. അപ്പോൾ ഇതോടുകൂടി ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് സെറ്റാക്കി അവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതിൻ്റെ നോട്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ പേര് ദ CA അന്വേഷണം എന്നാണ്. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ ഷെയർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.